ഇന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന കാര്യം എന്താണ്? പ്രസിദ്ധിയാണ്. എങ്ങനെങ്കിലും ഒന്ന് പ്രസിദ്ധനാകണം. അതിന് തുണി ഉരിഞ്ഞിട്ടിട്ടാണെങ്കിലും പ്രസിദ്ധനായാൽ മതി എന്നു ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ ഫിത്ന വളരെ ഗുരുതരമാണ്. സഹോദരങ്ങളെ, ഈ പ്രസിദ്ധി എന്ന് പറയുന്നത് ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ അത് വലിയ പരീക്ഷണമാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ, പണ്ഡിതന്മാർ, അവർ ഈ പറഞ്ഞ പ്രയാസം ബാധിച്ചവർ അവർ ഖേദിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ, അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾ, അത് പ്രസിദ്ധി ഉണ്ടായതിനു ശേഷം അവർ പലതവണ ഇത് ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ദീനിൽ വിവരമില്ലാത്ത ആളുകൾ, കുട്ടികൾ, ഇന്ന് മാതാപിതാക്കൾ കുട്ടികളോട് ചെയ്യുന്ന അതിക്രമങ്ങളിൽപ്പെട്ടതാണ്. ചെറിയ കുട്ടികൾ, ചെറിയ മക്കൾ, ഇവരെ കൊണ്ടുപോയി വീഡിയോ എടുത്ത് ഇത് യൂട്യൂബിലും മറ്റും പ്രചരിപ്പിച്ച് കുട്ടികളെ പ്രസിദ്ധരാക്കുക എന്നത്. പ്രസിദ്ധി എന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ദുനിയാവിൽ വളരെ സുഖകരമായ ഒരു കാര്യമല്ല, ജീവിതത്തെ പ്രയാസത്തിലാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ചെറിയ കുട്ടികൾ, നിങ്ങൾക്ക് ഡിപ്രഷനും പ്രയാസങ്ങളും, കുട്ടികൾ, ചെറിയ മക്കളോട് നിങ്ങൾ കരുണ കാണിക്കുക. രക്ഷിതാക്കൾ പണമുണ്ടാക്കുന്നതിന് മറ്റും വേണ്ടി കുട്ടികളെ ഈ പ്രസിദ്ധിയിലേക്ക് തള്ളിവിടുന്നത് കുട്ടികൾക്കുണ്ടാക്കുന്ന അപകടം ചെറുതല്ല. എന്ന് ആലോചിച്ചതൊക്കെ. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കടയിലേക്ക് പോകുമ്പോഴും ആൾക്ക് എല്ലാവർക്കും നിങ്ങളറിയാം. നിങ്ങൾക്ക് എങ്ങനെ നടക്കാൻ പറ്റുമോ സമാധാനമായിട്ട്? മനുഷ്യൻ, അവനെ എല്ലാവരും അറിയില്ല എന്നതിലൊരു സമാധാനമുണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കുക, നമ്മളെ ഫാമിലിയായിട്ട് പോയിരിക്കുക, വർത്താനം പറഞ്ഞിരിക്കുക, ചിരിക്കുക, തമാശ പറയാം. ഒരു എവിടെ വീണു എന്ന് വിചാരിക്കുക, കുഴപ്പമുണ്ടോ? ആരും നമ്മളറിയില്ല. വീണ പൊടി തട്ടി എണീച്ചു പോകാന്നല്ലാതെ. എന്നാൽ നീ വലിയ പ്രസിദ്ധനാണെങ്കിലോ നിന്റെ വീഴ്ച സാധാരണ വീഴ്ചയല്ല, പ്രസിദ്ധിയുള്ള വീഴ്ചയാണ്. അത് നാട്ടുകാരൊക്കെ അറിയും. ഇതുണ്ടാക്കുന്ന പ്രയാസം വളരെ വലുതായിരിക്കും.